ഇവിടെ പുതിയൊരു പാർട്ടീഷൻ നടത്തണം, അതിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണം. ആ സ്റ്റേറ്റിൽ മുസ്ലിങ്ങൾ പാടില്ല, മദ്രസകൾ പാടില്ല, മുസ്ലിം പള്ളികൾ പാടില്ല എന്നാണ് സ്വാമിയുടെ വേഷം ധരിച്ചു വന്ന ഒരു വ്യക്തി ഇവിടെ പറഞ്ഞുള്ളത്. ഇയാളുടെ 2 വീഡിയോസ് ഉണ്ട്. നമുക്ക് ആദ്യം ഒന്നാമത് കാണാം. का बंटवारा दोबारा से एक बार फिर हो जाना चाहिए, क्योंकि हमारे अपने पूर्वजों के कुकर्म भुगतने हैं। अब का बंटवारा ऐसा होना चाहिए कि जो हिंदू इनके साथ रहना चाहते हैं जी, उन्हें आबादी के हिसाब से सर्वे करवा के इनके साथ छोड़ दिया जाए। जो हिंदू इनके साथ नहीं रहना चाहते मेरे जैसे, हमें एक ऐसा देश दिया जाए जहां एक भी मान ना हो, एक भी मस्जिद ना हो और एक भी मदरसा ना हो। ഇയാൾ പറയുന്നത് കേട്ടില്ലേ? ഇയാൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ രണ്ടാമതൊരു പാർട്ടീഷൻ, അതായത് പുതിയൊരു പാർട്ടീഷൻ വേണം. അതായത് ഒറിജിനൽ പാർട്ടീഷനിൽ നമ്മുടെ പൂർവികർ എടുത്തിട്ടുള്ള ചില തെറ്റായ ഡിസിഷൻ, തെറ്റായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പുവർ ഡിസിഷൻസ്, അത് കാരണം എന്തായിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സെഗ്രിഗേഷൻ വേണം, അതായത് ഒരു സെപ്പറേഷൻ വേണം. അതായത് ആദ്യം എന്ത് ചെയ്യണം, പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരു സർവേ നടത്തണം. അതിൽ ഹിന്ദുക്കൾക്ക് ആർക്കാണോ മുസ്ലിങ്ങളോടൊപ്പം താമസിക്കാൻ താല്പര്യമുള്ളത് അവരെ അവിടെ വിട്ടുകളയാം. അതിനുശേഷം ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക്, അതായത് മുസ്ലിങ്ങളോട് ഒപ്പം താമസിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കണം. ആ സ്റ്റേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ സ്റ്റേറ്റിലെ പ്രത്യേകതകളാണ് ഇയാൾ പറയുന്നത്. അതായത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്, അതായത് സെപ്പറേറ്റ് കൺട്രി എന്നാണ് ഇയാൾ പറഞ്ഞത്. ക്രിയേഷൻ ഓഫ് എ കംപ്ലീറ്റ് സെപ്പറേറ്റ് കൺട്രി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞുള്ളത് ആ ടെറിറ്ററിയിൽ എന്ത് ചെയ്യണം, അവിടെ ഒരു മുസ്ലിം പോലും ഉണ്ടാവാൻ പാടില്ല, പള്ളി ഉണ്ടാവാൻ പാടില്ല, അതുപോലെ മദ്രസ, അതായത് ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനവും ആ ഒരു പുതിയൊരു ടെറിറ്ററിയിൽ വേണ്ട എന്നാണ് ഇയാൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇയാൾക്ക് പകരം മറ്റൊരു പ്രത്യേകം ഒരു മതത്തിലുള്ള ആളാണ് ഇത് പറഞ്ഞിട്ടുള്ളെങ്കിൽ എന്ത് സംഭവിക്കും? അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല ബുൾഡോസർ രാജ്, അതായത് ബുൾഡോസർ വെച്ചിട്ട് ഇയാളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അടിച്ച് തകർത്തിട്ടുണ്ടാവും. പക്ഷേ ഇയാളെ തൊടില്ല. കാരണം എന്താണ്? അയാളുടെ വേഷം തന്നെയാണ്. ഇനി നമുക്ക് ഇയാളുടെ രണ്ടാമത്തെ വീഡിയോ കാണാം. हमारे यहाँ अभी 21 जून को एक महापंचायत हुई हिंदुओं की। पूरे देश से हिंदू आए उसमें। वो जो हिंदू आए वो अपने संगठनों का और अपने जाति को त्याग कर यहां पर आए। और इस पंचायत का विषय ये था कि भाई रोज जो ये मुसलमान जिहादी हमारे बच्चों को मार रहे हैं, इसका इलाज क्या है। तो अनिल यादव जिन्हें सब लोग छोटा नरसिंहानंद कहते हैं, उन्होंने इस पर अपने विचार रखे। उन्होंने एक ऐतिहासिक तथ्य बताया। उन्होंने कहा कि भाई इस्लाम जो है संघार से शुरू होता है और इस्लाम के आतंक का अंत भी संघार पर ही होता है। और ये बिल्कुल सही है। मोहम्मद साहब ने अपने यहां मक्का में अपने सारे लोग जो उनकी बात से सहमत नहीं थे, सभी का संघार करवा दिया था, या उन्हें अरब से भगा दिया था, अपने बाप दादों का मंदिर तोड़वा दिया था। और पूरी दुनिया में जहां भी इस्लाम गया, ये झूठे पाखंडी लोग कुछ भी कह दें, इस्लाम केवल और केवल संघार से फला फूला। इस्लाम का इलाज केवल दुनिया में या तो चाइना ने ढूंढा या यहूदियों ने ढूंढा। अब इजराइल में इन्होंने एक अटैक किया, मुसलमानों ने, जिहादियों ने, और उनके 1200 लोग मार दिए। उस अटैक के बाद अभी तक इजराइल की तोपें, इजराइल की बंदूकें, इजराइल की मिसाइल थमी नहीं है। पूरी दुनिया के मुसलमान एक तरफ हो गए, लेकिन फिर भी इजराइल ना डरा, ना धमकाया जा सका उसे, और ना ही उसे डराया जा सका। तो इजराइल के नागरिक आज सुरक्षित है। यहूदी पूरी दुनिया में शान से घूम रहे हैं। हम ये कर नहीं सकते, हमारे में दम नहीं है, इसलिए रोज हमारे लड़के कुत्ते बिल्ली कीड़े मकोड़ों की तरह मर रहे हैं। तो जो लोग इस पर कुत्ते की तरह भौंक रहे हैं, जो अनिल की बात को गलत बता रहे हैं और अनिल पर कार्रवाई चाहते हैं, मैं उन सभी को बताना चाहता हूं कि जो अनिल के विचार हैं वही विचार मेरे हैं। पंचायत मेरे ही आह्वान पे हुई थी, तो जो कार्रवाई अनिल पे होनी चाहिए उससे ज्यादा कार्रवाई मेरे पे होनी चाहिए, क्योंकि मैं अनिल के विचारों का, और वैसे भी अनिल को छोटा नरसिंहानंद कहा जाता है, मैं अनिल के विचारों का पूरा समर्थन करता हूं। मैं अनिल की एक एक बात से सहमत हूं और हर तरह से अनिल के साथ हूं। जो भी कार्रवाई होनी चाहिए पहले मुझ पे होनी चाहिए, उसके बाद अनिल पे होनी चाहिए। वैसे हमने जो बोला है वो ऐतिहासिक रूप से सत्य बोला है। जिस भी न्यायालय में हमें मौका मिलेगा हम अपनी बात को सिद्ध कर देंगे। हर हर महादेव, हर हर महादेव, हर हर महादेव। ഇയാൾ ആദ്യം തന്നെ പറഞ്ഞത് ഒരു മഹാപഞ്ചായത്തെ കുറിച്ചാണ്, അതായത് ഗ്രാൻഡ് കൗൺസിൽ. ഇത് കണ്ടക്ട് ചെയ്തിട്ടുള്ള, ഓർഗനൈസ് ചെയ്തത് ജൂൺ 21 തീയതിയാണ്. ഹിന്ദുസ് ഡ്രോയിങ് പീപ്പിൾ ഫ്രം വേരിയസ് കാസ്റ്റ്, ഒരുപാട് കാസ്റ്റിൽ നിന്നും, അതുപോലെ ഓർഗനൈസേഷൻ, ഇന്ത്യയിൽ ഒട്ടാകെയുള്ള പല ഓർഗനൈസേഷനിൽ നിന്നും, അതുപോലെ വേരിയസ് കാസ്റ്റിൽ നിന്നും ഒക്കെ ആളുകളെ എടുത്തിട്ടാണ് ഈ ഒരു മഹാപഞ്ചായത്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂൺ 21. അതിൽ അക്കോർഡിംഗ് ടു ഹിം ഇതിന്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. അതായത്
ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ കൊല്ലുന്നു, മുസ്ലിം ജിഹാദികൾ കൊല്ലുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ കാണുക എന്ന അജണ്ട വെച്ചിട്ടാണ് ഇത് തുടങ്ങിയെന്നാണ് ഇയാൾ പറഞ്ഞത്. അതായത് ആ ഓർഗനൈസേഷൻ, ഓക്കെ, അതായത് ആ ഒരു കൗൺസിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇയാൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ ക്ലൈൻസ് ആണ്. അതായത് ഇസ്ലാമിന്റെ ഹിസ്റ്റോറിക്കൽ ക്ലൈൻസ് പറയുന്നുണ്ടായിരുന്നു. അതായത് അനിൽ യാദവ്, ഈ കൗൺസിലിൽ അനിൽ യാദവ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്ലാം തുടങ്ങിയതും അവസാനിക്കുന്നതും ഒക്കെ എന്താണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ മെസൈക്കർ, കൂട്ടക്കൊല നടത്തിയിട്ടാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല പ്രോഫിറ്റ് മുഹമ്മദ് മക്കയിൽ വെച്ച് വിശ്വാസികളല്ലാത്ത ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല ഒരുപാട് ഏൻഷ്യൻ ടെമ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, അമ്പലങ്ങൾ തകർത്തിട്ടുണ്ട്. അതുപോലെ ഈ റിലീജിയൻ, അതായത് ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഗ്ലോബലി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു റിലീജിയൻ സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല ഈ അസേർട്ടഡ് ദാറ്റ് ചൈനക്കും അതുപോലെ ജൂയിഷ് പീപ്പിൾ, ഇസ്രായേലികൾക്കും മാത്രമാണ് സക്സസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിനൊരു, അതായത് ഇസ്ലാമിന്റെ ഈ എക്സ്ട്രീമിസത്തിന്റെ ഒരു റെമഡി, ഒരു സൊല്യൂഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ രണ്ട് പേര് മാത്രമാണ്, അതായത് ചൈന ആൻഡ് ജൂയിഷ് പീപ്പിൾ എന്നാണ് ഇയാൾ പറഞ്ഞത്. അതിനുശേഷം ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലി ഹമാസ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അറ്റാക്ക് ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് 1200ഓളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നോട്ടിംഗ് ദാറ്റ് എന്നിട്ടും, അതായത് ഇതിനെ റെസ്പോണ്ട് ആയിട്ട് കൊടുത്തിട്ട് ഇസ്രായേലി മിലിറ്ററി ആക്ഷൻസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർത്താതെ എന്ത് ചെയ്യുന്നുണ്ട്, മിസൈൽസും അതുപോലെ ഗൺ ഫയറും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നത്, നിർത്താതെ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല ഈ കമാൻഡ് ഇസ്രായേൽ ഫോർ നോട്ട് ബാക്കിംഗ്, അതായത് ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ ഇവർക്ക് എതിരെ നിന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, ഇസ്രായേൽ ഇതിൽ നിന്നും പിന്മാറുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രായേലി സിറ്റിസൺസിനും അതുപോലെ ജൂയിഷ് പീപ്പിളിനും വേൾഡിൽ എന്ത് ചെയ്യുന്നത്, സുരക്ഷിതമായി നിൽക്കാനും അതുപോലെ റെസ്പെക്ട് ലഭിക്കുന്നു എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. ഇയാൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഹിന്ദുക്കൾ വൾണറബിൾ ആണ് എന്നാണ് പറഞ്ഞത്. അതായത് ഹിന്ദുസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊന്നും, അതായത് ഇതുപോലുള്ള റെസ്പോണ്ട് തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്താണ്, ദുർബലരാണ് എന്നാണ് ഇയാൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇയാളുടെ പൊസിഷൻസ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇയാൾ പറഞ്ഞിട്ടുള്ളത് അനിൽ യാദവിനെതിരെ വലിയ തരത്തിലുള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുള്ളത് എന്ത് ലീഗൽ ആക്ഷനും അനിൽ യാദവിനെതിരെ എടുക്കുന്നതിന് മുൻപ് എന്റെ പേരിൽ വേണം എടുക്കാൻ. കാരണം അനിലിന്റെ തോട്ട് എന്ന് പറയുന്നത് എന്റെ തോട്ടാണ്. അതായത് ഈ പഞ്ചായത്ത് വിളിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടാണ് ഈ പഞ്ചായത്ത് വിളിച്ചിട്ടുള്ളത് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ലീഗൽ ആക്ഷനോ അല്ലെങ്കിൽ പണിറ്റീവ് ആക്ഷൻസോ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്റെ പേരിൽ എടുത്തിട്ടേ പിന്നീട് മറ്റൊരാളുടെ പേരിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം യാദവല്ല ഇതിന് പിന്നിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇയാൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ ഇതൊക്കെ പ്രൂവ് ചെയ്യുമെന്നാണ് ഈ വേഷധാരി പറഞ്ഞിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ ഈ വീഡിയോ വെച്ചിട്ടും ഒരുപാട് കേസസ് ഇയാളുടെ പേരിൽ എടുക്കാൻ പറ്റും. അതായത് ഭാരതീയ ന്യായ സംഹിത 2023 വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡെലിബറേറ്റ് ആക്ട് ഓഫ് ഔട്ട്റേജ് റിലീജിയസ് ഫീലിംഗ്സ്, അതുപോലെ അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് ഇയാളുടെ പേരിൽ എടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് പറഞ്ഞിട്ട്, കാരണം ഓൺലൈനിൽ ചെയ്തുകൊണ്ട് തന്നെ അതും പ്രശ്നമാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരുപാട് കേസ് ഇയാളുടെ പേരിൽ എടുക്കാം. അത് മാത്രമല്ല ഇയാളുടെ കയ്യിൽ ഒരു വെപ്പൺ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടോണെന്ന് അറിയില്ല, ഇത് നോക്കിയാൽ മതി, കണ്ടില്ലേ. ഇതിൽ ഒരു കാര്യമുണ്ട്, അതായത് ഇയാൾക്ക് ഇപ്പോൾ ലൈസൻസ് ഇല്ലെങ്കിൽ ഇത് തെറ്റാണ്, ഇനി ലൈസൻസ് ഉണ്ടെങ്കിലും ഇത് തെറ്റാണ്. അതായത് ഒരാൾക്ക് ലൈസൻസ്, ഗൺ ലൈസൻസ് ഉണ്ട് എന്ന് വെച്ചിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺലി ഇതേപോലെ ക്യാരി ചെയ്തിട്ട് നടക്കാൻ പറ്റില്ല. അതുപോലെ മീഡിയാസിന് മുമ്പിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതായത് സോഷ്യൽ മീഡിയയിലൊന്നും ഇതുപോലെ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഗണ്ണ് വെച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ റൂൾ, അതായത് ഇതിൽ പറഞ്ഞ ആംസ് റൂൾ 2016 പ്രകാരം ഒരു ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺലി ഈ ഗണ്ണൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല. അതായത് ഒരു ഗണ്ണ് ഒരു പബ്ലിക് പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പബ്ലിക് സ്പേസിലോ അല്ലെങ്കിൽ എവിടെ ആവട്ടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കവർ ചെയ്തിട്ട് ആളുകൾ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ വേണം ഇത് എന്ത് ചെയ്യാൻ, കൊണ്ടുപോകാൻ. അതാണ് ആംസ് റൂൾ 2016 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഒരു ഹോൾഡർ വേണം, അതും കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, സുരക്ഷിതമായി വെക്കണം, പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് ലൈസൻസ് ഉള്ള ആളുടെ കാര്യമാണ് പറഞ്ഞത്. ലൈസൻസ് ഇല്ലെങ്കിൽ ക്യാരി ചെയ്യാനേ പറ്റില്ല. ലൈസൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്യാരി ചെയ്യാം. പക്ഷെ പബ്ലിക്ലി ഡിസ്പ്ലേ ആകുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ചെയ്യാൻ പറ്റില്ല. അതുപോലെ സെൽഫ് കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ ഷോ ഓഫ് ഒന്നും നടത്താൻ പാടില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ബ്രാൻഡിഷിംഗ് ആൻഡ് പബ്ലിക് ഡിസ്പ്ലേ, അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു, വെപ്പൺ എടുത്തിട്ട് പബ്ലിക് പ്ലേസിലേക്ക് വരുന്നു, പബ്ലിക് ഗ്യാതറിംഗിലേക്ക് വരാൻ പറ്റില്ല. അതുപോലെ റിലീജിയസ് പ്ലേസിലേക്ക് ഒന്നും വരാൻ പറ്റില്ല. അതൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ സേഫ് അല്ലാത്ത, അതായത് പബ്ലിക് പ്ലേസസിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതൊരു അറ്റംപ്റ്റ് ടു ഇന്റിമിഡേറ്റ് എന്നൊരു കേസിലാണ് ഇത് പരിഗണിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി പൊക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
ഇയാളുടെ ലൈസൻസ് എന്ത് ചെയ്യും, കട്ട് ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഈ വെപ്പൺസ് എന്താ പറയുക, സോഷ്യൽ വീഡിയോസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ സമയത്തൊക്കെ ഡിസ്പ്ലേ ഇപ്പൊ കണ്ടില്ലേ ഇയാൾ വെക്കുന്നത്, അതുപോലെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരുപാട് ഇന്ത്യൻ കോർട്ടിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, കോർട്ട് ഓർഡേഴ്സ് ഉണ്ട്, അതുപോലെ റീസെന്റ് ലോസ് ഒക്കെ ഉണ്ട്. അതുപോലെ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്സും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ റെഗുലർലി സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് സോഷ്യൽ മീഡിയയിൽ ഈ വെപ്പൺസ് കാണിച്ചിട്ട് അവിടെ ഒരു ഡൊമിനൻസ് കാണിക്കുന്നത്, അതായത് ഞങ്ങളാണ് അല്ലെങ്കിൽ ഞാനാണ് വലിയത്, അതായത് ഈ സംഭവം കാണിച്ചിട്ട് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ സൈബർ സെല്ല് അല്ലെങ്കിൽ മറ്റു ഒരുപാട് കേസസ് എന്ത് ചെയ്യാം ഇതിന്റെ പേരിൽ എടുക്കാം. പക്ഷേ ഇവിടെ ഇയാളുടെ വീഡിയോ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് കാലമായി ഇയാൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അധികം എന്താ പറയാ ഗൺസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇയാൾ വീഡിയോ ചെയ്യാറ്. അത് മാത്രമല്ല, കൂടുതൽ വീഡിയോസും ഹെയ്റ്റ് സ്പീച്ച് എന്ന ഗണത്തിൽ വരുന്ന കാര്യമാണ്. പക്ഷേ ഇയാൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലുള്ള വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഇയാൾ പറയുന്നത് ഇനി ഒരു പുതിയൊരു സ്റ്റേറ്റ് വേണമെന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ സ്റ്റേറ്റിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളും അയാൾ വിശദമാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.